അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ഈ ഇടയായിട്ട് വലിയതായി പ്രയാസങ്ങൾ അറിയിക്കുന്നത് കമൻറ്റിലായിട്ടും വാട്സപ്പിലേക്കായിട്ടും നേരിട്ട് വന്നുകൊണ്ടും ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നത് സിഹർ സംബന്ധമായ പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ്, അതിൻ്റെ സംശയങ്ങൾ ചോദിച്ചിട്ടാണ്. അതിൻ്റെ പ്രയാസങ്ങളിൽ ധാരാളം വർഷക്കാലമായി പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളാണ് നിരന്തരമായി നമ്മുമായി ബന്ധപ്പെടുന്നത്. ഈ അടുത്തായിട്ട് 2 മജ്ലിസാണ് നമ്മൾ ചെയ്തത്. സിഹർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞ് 2 മജ്ലിസ് ചെയ്തു. ധാരാളം ആളുകളാണ് ആ മജ്ലിസുകൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് സിഹറുണ്ട്, സിഹറിൻ്റെ പ്രയാസത്തിൽ ധാരാളം വർഷങ്ങളായി ഞങ്ങൾ ആ പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഇന്നാലിന്ന ആളുകളാണ് ഞങ്ങൾക്ക് ചെയ്തത്, എനിക്ക് ഇന്നാലിന്ന ആളാണ് ചെയ്തത്. അങ്ങനെ ധാരാളം കമൻറ്റുകളാണ്. ഞാൻ ആ മജ്ലിസിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മെ അറിയാത്ത ഒരാൾക്കും നമ്മൾ സിഹർ ചെയ്യാൻ കഴിയൂല, അതൊരിക്കലും കഴിയൂല. കൂടുതലായിട്ട് നമുക്ക് സിഹർ ചെയ്യൽ നമ്മളെ കുടുംബങ്ങളാണ്, നമ്മുമായി അറിയുന്നവരാണ്, നമ്മുമായി ഇടപെട്ടവരാണ്. കാരണം എന്താണ്? നല്ല സുഹൃത്തുക്കളായിരുന്നു, നല്ല സൗഹൃദം ഉണ്ടായിരുന്നു, ജ്യേഷ്ഠനനിയനും നല്ല ബന്ധമായിരുന്നു. എന്തൊക്കെയോ പ്രയാസങ്ങൾ വന്ന് അവരെ ഇടയിൽ അകൽച്ച വന്നപ്പോൾ പിന്നെ അവിടെ വൈരാഗ്യമാണ്. എങ്ങനെയെങ്കിലും അവനെ തകർക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ തകർക്കണം എന്നൊരു ചിന്തയാണ് ഈ വൈരാഗ്യത്തിൽ നിന്നും ഈ ദേഷ്യത്തിൽ നിന്നും ഉടലെടുക്കുന്നത്. അവിടെ പിന്നെ മാർഗം ആളുകൾ തേടുന്നത് ഈ സിഹർ സംബന്ധമായ വിഷയങ്ങളാണ്. അതിലേക്കാണ് ആളുകളുടെ മൈൻഡ് ആദ്യം പോകുന്നത്. പിശാചാണല്ലോ, പിശാചിൻ്റെ കെണിവലകളാണല്ലോ, പിശാചാണ് അതിലേക്ക് ആദ്യം നമ്മളെ മൈൻഡ് തിരിക്കുക. എവിടെങ്കിലും പോയിട്ട് ഇവനക്കൊരു പണി കൊടുക്കണം, അവിടുന്നാണ് സിഹറിൻ്റെ ഉടലെടുപ്പ്, അവിടുന്നാണ് സിഹറിൻ്റെ ആരംഭം തുടങ്ങല്. നമ്മൾ പറഞ്ഞിരുന്നു, ആ മജ്ലിസിൻ്റെ കമന്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ എനിക്ക് മൂത്തച്ഛ ചെയ്തു, നാത്തൂൻ ചെയ്തു, ഇളയച്ച ചെയ്തു, അനിയൻ ചെയ്തു, ചേട്ടൻ ചെയ്തു, അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. എപ്പോഴാണ് ഈ പ്രയാസം കാണുന്നത്? എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു, ഒറ്റടിക്കാണ് എല്ലാം ഇല്ലാതെയായത്. അപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ തുടങ്ങുന്നതൊന്നും വിജയിക്കുന്നില്ല, എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പോവാണ് ആരെങ്കിലും അടുത്തേക്ക് നോക്കാൻ പോകുന്ന സമയത്ത് അവർ പറയാണ് സിഹറിന്റെ പ്രയാസം ഉണ്ടെന്ന്. അപ്പൊ അന്നു മുതലാണ് ഇത് സിഹറാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഇങ്ങനൊരു തിരിച്ചടി വരുന്ന സമയത്ത് ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒറ്റടിക്ക് വരികയാണ്. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബിസിനസ് തകരുമ്പോഴേക്കും നമ്മൾ സിഹറാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ നമ്മളെ കാലദോഷം കൊണ്ടും അല്ലെങ്കിൽ നമ്മളെ സമയക്കേടുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരിക്കാം. എല്ലാ ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സിഹറിലേക്ക് അത് തെറ്റിദ്ധരിക്കരുത്. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ മജ്ലിസുകളൊക്കെ കണ്ടിട്ട് ധാരാളം ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ്, തങ്ങളെ ഞങ്ങൾക്ക് ഇത്രയും പ്രയാസപ്പെടുത്തുന്ന ആളുകൾ, ഇപ്പോൾ ബിസിനസ് ഞങ്ങൾ തകർത്തു, ജോലി തകർത്തു, എല്ലാം കൊണ്ടും ഞങ്ങൾ കുരുക്കിയിട്ടു, ഞങ്ങളെ വലിയ പ്രയാസത്തിലാക്കി. ഈ സിഹർ അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതാണ് ചോദ്യം വന്നത്. പിന്നീട് ഒരിക്കലും മരണം വരെ ഞങ്ങൾക്ക് സിഹർ ഏൽക്കാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് രണ്ടിനുമുള്ള ഉത്തരമാണ് ഇന്നത്തെ മജ്ലിസ് നിങ്ങൾ പരിപൂർണമായി കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടിനുമുള്ള ഉത്തരം കിട്ടും. ഈ സിഹറിൻ്റെ പ്രയാസത്തിൽ ധാരാളം ആളുകളാണ് നിരന്തരമായി നമ്മൾ സമീപിക്കുന്നവർ, അതിൻ്റെ മാർഗങ്ങൾ തേടുന്നവർ, അതിൻ്റെ ഇബ്താലിയത്തുകൾ ചെയ്യുന്നവർ, ബാത്തിലാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ
നിങ്ങൾ ഒരാളെടുത്തും നിങ്ങൾ പോകണ്ട, എൻ്റെ അടുത്തും വരേണ്ട, ആളെടുത്തും നിങ്ങൾ പോകണ്ട, മരണം വരെ നിങ്ങൾക്ക് സിഹർ ഏൽക്കൂല. അപ്പൊ അത് പുതുക്കാണ്. ഞങ്ങളെ പുതുക്കിയാലും ഏൽക്കൂലന്റെ മുത്തുമിനീങ്ങളെ. നിങ്ങൾ സിഹർ ബാത്തിലാക്കി, സിഹർ ഉള്ളവർ അത് പരിപൂർണമായിട്ട് ബാത്തിലാക്കി നിങ്ങൾ ഈ ഒരു അമലിനെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മരണം വരെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മരണം വരെ സിഹർ ഏൽക്കൂല. ഇത് ആര് ചെയ്തതാണ്? മുത്തുനബി ചെയ്തതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലദീദ് ബിൻ ഹസൻ എന്ന് പറയുന്ന ഒരു മുനാഫിക്കായിട്ടുള്ള ഒരു യഹൂദിയായിട്ടുള്ള ഒരു വ്യക്തി ഹബീബായ തങ്ങൾക്ക് സിഹർ ചെയ്ത സംഭവം സ്വഹീഹുൽ മുസ്ലിമിലും ബുഖാരിയിലും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് സ്വഹീഹായിട്ടുള്ള ഹദീസാണ്, സ്വഹീഹായിട്ടുള്ള ഉദ്ധരണിയാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയൂല, ആർക്കും നിഷേധിക്കാൻ കഴിയൂല. മുത്തനബിക്ക് സിഹർ വന്ന സംഭവം മാസങ്ങളും ആഴ്ചകളും എന്ന് പറയുന്നുണ്ട്. അത്രയും ദിവസങ്ങൾ റസൂലുള്ളാഹിക്ക് വലിയ പ്രയാസമായിരുന്നു. അന്ന് ഇബാദത്തുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട്, സിഹർ വന്ന് പ്രയാസപ്പെട്ടിട്ട് ഇബാദത്ത് നഷ്ടപ്പെടുകയാണ്. ഇബാദത്ത് നഷ്ടപ്പെടും. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഇബാദത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഇബാദത്തോ ഒരു ദിക്റോ ചൊല്ലുന്നതായിട്ടുള്ള ദിക്റോ ഇബാദത്തോ നഷ്ടപ്പെട്ടിട്ടില്ല. ചെറിയൊരു ഓർമ്മക്കുറവ് മാത്രമാണ് മുത്തുനബിക്ക് വന്നത്. ചെറിയൊരു ക്ഷീണവും വന്നു. ഭക്ഷണം എടുത്തു വെച്ചു, ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഭാര്യമാരടുത്തേക്ക് പോയി, ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. അങ്ങനെയുള്ള സംശയങ്ങളും ചെറിയൊരു ഓർമ്മക്കുറവ് മാത്രമായിരുന്നു മുത്തുനബിക്ക് ഉണ്ടായിരുന്നത്. സിഹർ വന്നിട്ട് ഇബാദത്തോ ദിക്റോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണം വരെ ഈ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു. അന്നു മുതൽ മരണം വരെ, വഫാത്തിന്റെ സമയം വരെ മുത്തുനബി ഇത് ചെയ്തിരുന്നു. ആ ഒരു അമലാണ് ഞാൻ പറയാൻ പോകുന്നത്. അത്ഭുതമാണ്, അമൂല്യമാണ്. സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവരും ഇത് ചെയ്യണം. എപ്പോഴാണ് നമുക്ക് ഇത്തരം അടികൾ വരിക എന്ന് പറയാൻ പറ്റൂല. എവിടെ നിന്നാണ് ഇത്തരം പ്രയാസങ്ങൾ വരിക എന്ന് പറയാൻ പറ്റൂല. ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം ഈ മജ്‌ലിസ് കാണുന്നവരിൽ, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ബിസിനസ്സുമായി ബന്ധപ്പെടുന്നവരുണ്ടാവാം, ജോലിയുമായി ബന്ധപ്പെടുന്നവരുണ്ടാവാം, പ്രവാസികളുണ്ടാവാം. ചെയ്തോ, അവരോട് ചെയ്യാൻ പറയും, എന്നും ചെയ്യാൻ പറയും. ചെറിയൊരു അമലാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സിഹർ ആര് ചെയ്താലും അവനിലേക്ക് തന്നെ തിരിച്ചേൽക്കാൻ, അത് തിരിച്ചടിക്കാൻ നമ്മളൊരു കവചം തീർക്കുക. ഒരു കവചം തീർത്ത് കഴിഞ്ഞാൽ നമുക്കത് സിഹർ ഏൽക്കൂല. അതായത് പാറയിലേക്ക് ബോൾട്ട മാരിയാവും. റബ്ബറിന്റെ പന്ത് പാറയിലേക്ക് എറിഞ്ഞ പോലെ, അല്ലെങ്കിൽ കല്ലിലേക്ക് എറിഞ്ഞ പോലെ അതിങ്ങോട്ട് റിട്ടേൺ അടിക്കും. അതുപോലുള്ളൊരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ, എല്ലാവരും ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ഇതിനെ പരിപൂർണമായി ഇതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജ്‌ലിസിലേക്ക് വിളിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇനി ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറുകളും അല്ലാഹു നീ തീർത്ത് നൽകണേ അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹു ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനെ. സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മാക്രീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണം അല്ലാഹ്. നിങ്ങൾക്ക് നീ കാവലേഖണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, വലിച്ചു നീട്ടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ അമൂല്യമായിട്ടുള്ള വിലപ്പെട്ട സമയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ കവർന്നെടുക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് കാര്യത്തിലേക്ക് കടക്കാം. ഏതാണ് ഒന്നാമതായിട്ടുള്ള അമൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്? നമ്മളെ സിഹർ ചെയ്ത് വലിയ ബുദ്ധിമുട്ടിലാക്കിയ ഒരാളുണ്ട്, ഒരു വ്യക്തിയുണ്ട് അല്ലേ? ആ വ്യക്തിയെ കാണാനുള്ള അമൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ മജ്‌ലിസിൽ. അതും അതിൻ്റെ മുന്നേയുള്ള മജ്‌ലിസൊക്കെ കണ്ടിട്ട് ധാരാളം ആളുകളുടെ സംശയങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലിയർ ആകാൻ പോകുന്നത്. ഇന്ന് പരിപൂർണമായിട്ട് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ സംശയം സിഹർ ഞങ്ങൾക്ക് ചെയ്ത ആൾക്ക് അത് തിരിച്ച് തട്ടാൻ എന്തെങ്കിലും അമലുണ്ടോ? എന്തെങ്കിലും ദിക്ർ ഞങ്ങൾ ചൊല്ലണോ? അതിന് അമലുണ്ട്, ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങളുണ്ട്. അത് നമുക്ക്
ഇതിൽ പരിപൂർണമായിട്ട് നമുക്ക് പറയാൻ കഴിയൂല. ചൊല്ലേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ചൊല്ലിയാൽ അദ്ദേഹത്തിന് തന്നെ ആരാണോ നമുക്ക് വേണ്ടി സിഹർ ചെയ്യാൻ ഒരുങ്ങി തയ്യാറാകുന്നത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചേൽക്കും. സിഹർ അങ്ങനെയാണ് നിങ്ങളെ. സിഹർ ചെയ്യാൻ ഈ പണിക്ക് പോകുന്നവര് അവിടെ പോയിക്കോ, അവിടേക്ക് പണി കൊടുക്കാൻ അദ്ദേഹം ഉഷാറാണ്. അയാളടുത്ത് പോയിക്കോ, നിന്റെ ശത്രുവിന് അദ്ദേഹം പണി കൊടുത്തോളും എന്ന് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ച് അവിടെ ചെന്നെത്തിക്കുന്നവരുണ്ടാവാം. പാവപ്പെട്ടവർ നമുക്കൊന്നും അറിയില്ല. നമുക്കെന്താണ്, ആ ശത്രുവിൻ്റെ മനസ്സ് മാത്രമാണ് മുഖത്തുള്ളത്. അവനെങ്ങനെങ്കിലും നശിക്കണം, അവനെങ്ങനെങ്കിലും ഇല്ലാതെയാവണം. അതിനു വേണ്ടി എന്ത് നീചമായിട്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് പാവം ഒന്നും അറിയാതെ ചേർന്ന പറ്റിയ ഒരു തുമ്പ് പോലില്ലാതെ അവനങ്ങോട്ട് പോകും, അവനങ്ങോട്ട് പോയി ചെയ്യും. പ്രയാസം മൊത്തം ഈ ചെയ്ത ആളുകൾക്കായിരിക്കും. അവനവിടെ ഇങ്ങനെയുള്ള കവചങ്ങൾ തീർത്തിട്ടുണ്ടെങ്കിൽ, സിഹർ തട്ടാതിരിക്കാനുള്ള കവചങ്ങൾ അവൻ തീർത്തിട്ടുണ്ടെങ്കിൽ, അവൻ നിസാരക്കാരനല്ലെങ്കിൽ അത് തിരിച്ചടിക്കും. അത് നമ്മൾ ഏൽക്കേണ്ടി വരും. അതുമാത്രമാണോ? അത് സബഉൽ മൂബിഖാത്തിൽപ്പെട്ട വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ് സിഹർ ചെയ്യൽ. നിങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അവനക്ക് രക്ഷയില്ല. അവൻ ഹജ്ജ് ചെയ്തു, വലിയ ഹാജിയായി, കാര്യമുണ്ടോ ഇല്ലേ? ഒരു കാര്യമില്ല. എല്ലാം കൊണ്ട് നന്നാവാൻ വേണ്ടി ഉംറക്ക് പോയി, ഉംറ ചെയ്തു, കാര്യമുണ്ടോ ഇല്ലേ? ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അമൽ, കൂടുതലൊന്നും പറയുന്നില്ല, ഈ ഒരു അമൽ ചെയ്താൽ അദ്ദേഹത്തിന് തന്നെ ആ സിഹർ തിരിച്ചടിക്കും. ഈ 3 ദിക്റുകളും ഈ ഒരു സ്വലാത്ത് എന്നും 100 പ്രാവശ്യം ചൊല്ലിയാൽ നമുക്ക് സിഹർ ഏൽക്കൂല. സിഹർ മാത്രമല്ല, ഐന് കണ്ണേറ് കാണാൻ കണ്ണേറ് അത് ഏൽക്കൂല. പിന്നെ അത് മാത്രമാണോ? എല്ലാം നാപ്പനമേൽക്കൂല. നാവ് കൊണ്ട് പറയുന്നവന്റെ നാവ് നമ്മൾക്ക് ഏൽക്കൂല. ഒരു പൈശാചികമായ ഉപദ്രവം ഏൽക്കൂല. ശത്രുത നമുക്ക് തട്ടൂല. അത് തിരിച്ചു പോകും. സിഹറാണെങ്കിൽ അത് തിരിച്ചു പോകും. എന്തുമാണെങ്കിലും അത് തിരിച്ച് അദ്ദേഹത്തിന് തന്നെ മടങ്ങും. ആര് നമുക്ക് എന്ത് കുതന്ത്രങ്ങൾ ഒരുക്കിയാലും അത് അദ്ദേഹത്തിന് തന്നെ മടങ്ങും. ഏതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ടത്? അതിനുവേണ്ടി ഒന്നാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും 100 പ്രാവശ്യം. രണ്ടാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് അൽഹംദുലില്ലാഹ് എന്ന് 100 പ്രാവശ്യം. മൂന്നാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഒരു കലിമത്തു തൗഹീദ് ഒരു 100 പ്രാവശ്യം ചൊല്ലാം. ഒന്നാമതായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 100 പ്രാവശ്യം. രണ്ടാമതായിട്ട് 100 പ്രാവശ്യം അൽഹംദുലില്ലാഹ് 100 പ്രാവശ്യം. മൂന്നാമതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് 100 പ്രാവശ്യം. നാലാമതായിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ എന്ന ഈ ഒരു സ്വലാത്തിന് ചെറിയ സ്വലാത്തിന് 100 പ്രാവശ്യം. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഒരു ശത്രുവിൻ്റെ ശത്രുത നമ്മൾ കേൾക്കൂല. അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു പോകും. ഒരു കണ്ണേറുകാരൻ്റെ കണ്ണേറ് നമ്മൾ കേൾക്കൂല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം ഇതാണ് നിങ്ങളെ ഈ പൈശാചികമായിട്ടുള്ള ഇത്തരം ഉപദ്രവങ്ങൾ ഇല്ലാതിരുന്നാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ റാഹത്താണ്. കടങ്ങൾ നമുക്ക് പെരുക്കൂല. നമ്മളെ ബിസിനസ്സിൽ വലിയ മോശം അവസ്ഥ നമുക്ക് ഉണ്ടാവൂല. ബിസിനസ്സിലും നമ്മളെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും നമുക്ക് ഉയരാൻ കഴിയും. കണ്ണ് തട്ടിയാൽ എവിടെ നമുക്ക് ഉയരാൻ കഴിയാം? അൽ ഐനു ഹഖുൻ, റസൂലുള്ളാഹിന്റെ ഹദീസാണ്. കണ്ണേർ എന്നുള്ളത് സത്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയൂല. സിഹർ എന്നുള്ളത് സത്യമാണ്, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ ആർക്കാ നിഷേധിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മൾ കേറ്റുകഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ഉയരുക? പിന്നെ എപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. കടങ്ങളെ കാര്യം പറയാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ വലിയൊരു കാവലുണ്ടാവണ്ടേ? കാവലുണ്ടാവണ്ടേ? എത്ര കണ്ടിട്ടാണ് ഇത്തരം പ്രയാസങ്ങളുമായി പേര് നമ്മൾ ജീവിതം ഇങ്ങനെ തള്ളി നീക്കാം. നമുക്ക് വേണ്ട ഒരു റാഹത്തായിട്ടുള്ള ഒരു സമയം വേണ്ടേ?
ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യ്, ഈ ഒരു കാര്യം ചെയ്യ്. അതുമാത്രമല്ല, മഹാന്മാർ പറയാണ്, ഈ വീട്ടിലേക്ക് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ. നമ്മളെ വീട്ടിലേക്ക് ചില ആൾ വീട്ടിലേക്കാണ് സ്ഥാപിക്കൽ. ഈ സിഹർ ചെയ്ത വസ്തു വീട്ടിലാണ് അധികവും സ്ഥാപിക്കാറുള്ളത്, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിലേക്കാണ് സ്ഥാപിക്കാറുള്ളത്. സിഹർ സ്ഥാപിക്കാറുള്ളത് കച്ചവട സ്ഥാപനത്തിലേക്ക് അല്ലേ? ആണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുപ്പി കിട്ടി, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു തകിട് കിട്ടി, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ ഒരു പാനീയം കിട്ടി, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് പൊടികൾ കിട്ടി, ഭസ്മപ്പൊടികൾ കിട്ടി, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കോഴിയുടെ തലയോട്ടി കിട്ടി, പല രൂപത്തിൽ, അല്ലെങ്കിൽ ചട്ടി കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങളിൽ കുറച്ച് മുടിക്കെട്ടുകൾ കിട്ടി, അല്ലെങ്കിൽ കുറച്ച് നഖങ്ങൾ കിട്ടി, ചിലർ കീകൾ കിട്ടി. കുറേ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞാൽ നീണ്ടുപോകും. നമ്മളെ സമയം കുറച്ചുള്ളൂ. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി, വീട്ടിൽ നിന്ന് കിട്ടി, കച്ചവട സ്ഥാപനത്തിൽ നിന്ന് കിട്ടി, ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് കിട്ടി എന്നൊക്കെ ധാരാളം ആളുകൾ പറയാറുണ്ട്. നമ്മളെ കച്ചവട സ്ഥാപനത്തിൽ അത് അങ്ങനെ ഒരാൾ കൊണ്ടുപോയി വെച്ച് സിഹർ ചെയ്ത വസ്തു കൊണ്ടുപോയി വെച്ചാൽ അത് നിർവീര്യമായിട്ട് പോകും. അത് ഏൽക്കൂല. അതിൻ്റെ ശക്തി അള്ളാഹു കരിയിച്ച് കളയും. അതിനു പറ്റിയൊരു അമല് ഞാൻ പറഞ്ഞിരട്ടെ. വീട്ടിൻ്റെ മുൻവശത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ കുടുംബനാഥൻ കൈകൊണ്ടെഴുതുക, അല്ലെങ്കിൽ കുടുംബിനി കൈകൊണ്ടെഴുതുക. കുടുംബിനി അല്ലെങ്കിൽ കുടുംബനാഥൻ, അല്ലെങ്കിൽ അവർ രണ്ടാൾക്ക് എഴുതാൻ അറിയില്ല, വീട്ടിലുള്ള ആരെങ്കിലും നല്ല മക്കളെ കൊണ്ട് എഴുതിപ്പിക്കുക. ബിസ്മില്ലാഹി, വെള്ള പേപ്പറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലെങ്കിൽ എന്തെങ്കിലും കാലിഗ്രാഫിയോ അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വീട്ടിൽ സ്ഥാപിച്ചാൽ, വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ മുകളിലായിട്ട് സ്ഥാപിച്ചാൽ, ആ വീടും ആ ഭൂമിയും സംബന്ധമായി ഒരു സിഹർ ഏൽക്കൂല. ആര് സിഹർ ചെയ്ത വസ്തു കൊണ്ടുപോയി വെച്ചാലും അത് നിർവീര്യമാകും. അത് കരിഞ്ഞു പോകും. നിങ്ങളെ കരിഞ്ഞു പോകും. ഇത് അത്ഭുതകരമായിട്ടുള്ള അമലാണ്. മഹാന്മാര് പറഞ്ഞ മുജറബായിട്ടുള്ളൊരു അമലാണ് ഈ ഒരു അമൽ. ഇനി ഇൻഷാ അല്ലാഹ് രണ്ടാമതായിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചോ. മരണം വരെ സിഹർ ഏൽക്കാതിരിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലദീദ് ബിൻ അഹ്സൻ എന്ന് പറയുന്ന ഒരു മുനാഫിക്കായിട്ടുള്ള യഹൂദിയായിട്ടുള്ള ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന് സിഹർ ചെയ്ത സമയത്ത്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വലിയ ക്ഷീണം ഉണ്ടായി, വലിയ പ്രയാസം ഉണ്ടായി. അന്നു മുതൽ അള്ളാഹുവിന്റെ റസൂല് വഫാത്തിന്റെ സമയം വരെ ഓതിയ 3 സൂറത്തുകളുണ്ട്. 3 സൂറത്തുകൾ. ഈ സൂറത്തുകൾ ഓതാതെ മുത്തുനബി കിടക്കില്ലായിരുന്നു, ഉറക്കിലേക്ക് പോകില്ലായിരുന്നു. ഹദീസിൽ നമുക്ക് കാണാം ഈ 2 സൂറത്തുകളാണ് ഒരേ സമയത്ത് ഇറങ്ങിയത്. ഈ 2 സൂറത്തിനും എന്താണ് പ്രത്യേകത? മുഅവ്വിദത്തൈൻ, ഒരു സമയത്ത് ഇറങ്ങിയ സൂറത്താണ്. ഒറ്റ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് 2 സൂറത്തുകൾ. ഒരു സൂറത്താക്കിയിട്ടല്ല അള്ളാഹു ഈ 2 സൂറത്തിൽ ഇറക്കിയത്, 2 വെവ്വേറെ സൂറത്തുകളാക്കിയിട്ട് ഇറക്കി. 2ലും കൂടി 11 ആയത്തുകളാണ്. 11 ആയത്തുകൾ. കാരണം എന്താണ്? 11 കെട്ടായിരുന്നു സിഹറിന്റെ കെട്ടുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കെട്ടിവെച്ചത്. എന്തിലായിരുന്നു സിഹർ ചെയ്തത്? മുത്തുനബിയുടെ മുടിയിലായിരുന്നു. മുടിയിലും ഈത്തപ്പനയുടെ ഹെഡ് ഹദീസ് നമുക്ക് കാണാം, കുറേ പറയുന്നുണ്ട്. അതിൽ മുടിയുടെ 11 കെട്ടുകളായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ചെയ്യാൻ ലദീദ് ബിൻ ഹസൻ എന്ന് പറയുന്ന മുനാഫിക്കായിട്ടുള്ള വ്യക്തി ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് 11 ആയത്തുകൾ. ആ 11 ആയത്ത് ഓതുമ്പോൾ സിഹറിന്റെ 11 കെട്ടുകളാണ് പൊട്ടിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് പോലും ആയിഷ ബിയോട് പറയാണ്, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്, മുത്തുനബി പറയാണ്, ആയിഷ, ഞാൻ എന്നും പതിവാക്കാറുള്ള 3 സൂറത്തുകൾ എൻ്റെ കയ്യിലേക്കൊന്ന് ഓതിത്തരുമോ? ആയിഷ ബി ഓതാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് തുടങ്ങാണ്. മിനൽ ജിന്നത്തി വന്നാസ്, സൂറത്തുൻ നാസിന്റെ അവസാനത്തെ ആയത്ത്. ഇത് പരിപൂർണമായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതി, സൂറത്തുൽ ഫലഖ് ഓതി, സൂറത്തുൻ നാസ് ഓതി അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ മന്ത്രിച്ചു. മുത്തുനബി
മുത്തനബി മൂർധാവ് മുതൽ ശരീരം മുഴുവനങ്ങ് തടവി, കൈകൊണ്ട് തടവി. വീണ്ടും ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഓതി. എന്താണ് ഓതിയത്? ഖുൽ ഹുവല്ലാഹു അഹദ്. വീണ്ടും ഓതി. വീണ്ടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകളിലേക്ക് മന്ത്രിച്ചു. മൂർധാവ് മുതൽ കാല് വരെ മുത്തനബി അങ്ങ് തടവി. വീണ്ടും ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഓതി ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് മുതൽ സൂറത്തുൻ നാസ് വരെ ഓതി, കൈകളിൽ മന്ത്രിച്ചു. തടവി. ഇത് പതിവാക്കി കഴിഞ്ഞാൽ, ഉറങ്ങുന്നതിന് മുമ്പ് പതിവാക്കി കഴിഞ്ഞാൽ ഒരു സിഹ്ർ ഏൽക്കൂല. മുഅ്മിനീങ്ങളെ, ആർക്കും സിഹ്ർ ഏൽക്കാം. അത് ഏത് ഉസ്താദുമാരാണെങ്കിലും തങ്ങന്മാരാണെങ്കിലും ആരാണെങ്കിലും അവർ കേൾക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ ഏൽക്കാതിരിക്കാൻ. എനിക്ക് സിഹ്റൊന്നുമില്ലല്ലോ, എനിക്കൊക്കെ ആര് ചെയ്യാനാ, എനിക്കൊക്കെ എന്താ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമോ എന്നാരും ചിന്തിക്കണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓതി ഇത് മന്ത്രിക്കാൻ തയ്യാറാവുക. 3 പ്രാവശ്യം ഓതി. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും കൈകളിൽ 3 പ്രാവശ്യം, ഓരോ പ്രാവശ്യം ഓതുമ്പോഴും കൈകളിൽ 3 പ്രാവശ്യം ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ച് ശരീരത്തിന്റെ സകലമാനങ്ങൾ തടവുക. ഒരു സിഹ്റും മരണം വരെ ഏൽക്കൂല. ഒരു സിഹ്ർ ഏൽക്കൂല. മുഅ്മിനീങ്ങളെ, 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ പഠിച്ചത് 3 കാര്യങ്ങളാണ്. ആരെങ്കിലും നമുക്ക് സിഹ്ർ ചെയ്താൽ അത് അദ്ദേഹത്തിന് തിരിച്ചേൽക്കാൻ, അത് തിരിച്ചടിക്കാൻ വേണ്ടി. നമ്മളൊരാൾക്കും സിഹ്ർ ചെയ്യല്ല, അത് നമ്മൾ ഉപദ്രവിക്കുന്ന ഉപദ്രവം അദ്ദേഹത്തിന് തിരിച്ചു മടങ്ങട്ടെ എന്ന ചിന്തയോടുകൂടി ആർക്കും സിഹ്ർ ചെയ്യാന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവരുത്. ഒരാളെ നമ്മൾ മനസ്സിൽ കരുതരുത്, എനിക്ക് അവളാണ് ചെയ്തത്, അവൾക്കെന്നെ മടങ്ങട്ടെ, അവൾക്കെന്നെ കൊടുക്കട്ടെ, അല്ലെങ്കിൽ അല്ലെ ഫാത്തിമ എനിക്ക് ചെയ്തത് അവൾക്കെന്നെ കിട്ടട്ടെ, നാത്തൂനാണ് ചെയ്തത് നാത്തൂൻക്കെന്നെ തിരിച്ചു കിട്ടട്ടെ. അങ്ങനെ ചിന്തയോടുകൂടി ആരും മോതരുത്. ആരും ആയിക്കോട്ടെ. എൻ്റെ ഈ പ്രയാസം ഉണ്ടല്ലോ, അത് എനിക്ക് ആരാണോ ഏൽപ്പിച്ചത് വിട്ടത് അവർക്കെന്നെ മടങ്ങട്ടെ. അതാരും ആയിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കണ ആളാവൂല. നമുക്ക് സിഹ്ർ ചെയ്ത വ്യക്തി നമ്മൾ ചിന്തിക്കണ ആൾ പോലും ആവൂല. പാവം ഒരാളെ നമ്മൾ തെറ്റിദ്ധരിക്കും. ദേഷ്യത്തിന്റെ പേരിൽ, വൈരാഗ്യത്തിന്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അവളെ നമ്മൾ തെറ്റിദ്ധരിക്കും. ഒരിക്കലും അദ്ദേഹം ആവൂല, ഒരിക്കലും അവളും ആവൂല. ആരും ആയിക്കോട്ടെ, അവരിലേക്ക് തന്നെ തിരിച്ചു മടങ്ങട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത്, നമ്മൾ നിൽക്കുന്ന പാർപ്പിടത്തിനും നമ്മളെ ഭൂമിക്കും സിഹ്ർ ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ സിഹ്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർവീര്യമാകാനുള്ള അമല് ബിസ്മി എഴുതി വെക്കുക അല്ലേ നമ്മൾ പറഞ്ഞു. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് മരണം വരെ സിഹ്ർ ഏൽക്കാതിരിക്കാൻ. ഈ 3 സൂറത്തുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നിന്നെ ആർക്കും തൊടാൻ കഴിയൂല. സാഹിർ പോലും നെട്ടിപ്പോകും. ഇദ്ദേഹത്തിന് ഒരിക്കലും ഞാൻ എൻ്റെ പഠിച്ച പണി 18 നോക്കിയല്ലോ, അങ്ങോട്ട് ഏൽക്കണില്ലല്ലോ. അവര് തന്നെ അത്ഭുതത്തോടെ മടങ്ങി. അവനക്ക് സിഹ്ർ ചെയ്യാൻ കഴിയൂല നിങ്ങളെ. കാരണം എന്താണ്? പ്രൊട്ടക്ഷൻ തീർത്തു. ഈ സൂറത്തുകളെ കൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ തീർത്തു കഴിഞ്ഞാൽ അവനാർക്കും തൊടാൻ കഴിയൂല. അല്ലാഹുവേ, സാഹിര്യങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ. മാക്കരീങ്ങളെ മക്രനെ തൊട്ട് കാക്കണം അല്ലാ. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണം അല്ലാ. ലോലിനീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണം അല്ലാ. ഐനീങ്ങളെ അതിനെ തൊട്ട് കാക്കണം അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണം അല്ലാ. ഇൻഷാ അല്ലാഹ് ഈ 3 അമലുകളെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കാം. സിഹ്റിന്റെ പ്രയാസം ഇല്ലാത്ത ആളുകളും ഉള്ള ആളുകളും എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ 3 കാര്യങ്ങളെ ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെ സയ്യിദിയ മജ്ലിസ് 5:30 മജ്ലിസ്, ഈ മജ്ലിസിൽ തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് പങ്കെടുക്കുക. ഇതിന് അല്ലാഹു ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.